നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വലുതാകുമ്പോ എന്റെ പൊന്നുമോക്ക് ആരാവണം? പറ. ഡോക്ടർ ആവണോ, അതോ എഞ്ചിനീയർ ആവണോ, അതോ പോലീസ് ആവണോ? കൊള്ളാം. അമ്മ ആ അമ്മ അമ്മ സച്ചേന്റെ ഭാവം കണ്ടിട്ട് ഇപ്പൊ തന്നെ മോളെ എഞ്ചിനീയറോ ഡോക്ടറോ ആക്കുന്ന ലക്ഷണം ഉണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ ഇപ്പോഴേ ശീലിക്കണം. അതിനനുസരിച്ച് വേണ്ടേ ഇവളെ പഠിപ്പിക്കാൻ? അതൊക്കെ ഇവള് താന് പഠിച്ചോളൂ. എന്റെ മോള് മിടിക്ക അല്ലേ മോളെ? അങ്ങനെ ഇപ്പോ തന്റെ മോളായിട്ട് മാത്രം ഇവളെ സ്റ്റാമ്പ് ചെയ്യണ്ട. ഇവളെ എന്റെയും കൂടി മോളാ, അല്ലേ മോളെ? ഓ ഹലോ, എന്താ? സച്ചേട്ടന് എന്നോട് ദേഷ്യമുണ്ടോ? എന്തിന്? ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചതാ. അതുകൊണ്ടല്ലേ ദൈവം നമുക്ക് ഇവളെ തന്നത്? സച്ചേന്റെ മനസ്സ് എനിക്കറിയാം. ഉള്ളിലെ വിഷമവും എനിക്ക് മനസ്സിലാവും. താൻ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടണ്ട. ഞാനിപ്പോ ഇവളുടെ ത്രില്ലില്ല, അല്ലേടാ? അമ്മമാർക്ക് മാത്രമല്ല കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള വേവലാതി അച്ഛന്മാർക്കും ഉണ്ട്. അതല്ല സച്ചേട്ട, ഇവള് നമ്മുടെ സ്വന്തം മോള് തന്നെയാ. എന്നാലും സ്വന്തം രക്തത്തിൽ പിറന്നൊരു കുഞ്ഞ് വേണമെന്നുള്ള സച്ചേന്റെ ഉള്ളിലെ ആഗ്രഹം എനിക്കറിയാം. ട്രീറ്റ്മെന്റിന് പോവാത്തതുകൊണ്ട് ഞാനത് നിഷേധിക്കുന്നെന്ന് തോന്നല സച്ചേട്ടനുണ്ടോ? താൻ പറഞ്ഞു ശരിയാ. എനിക്ക് മാത്രമല്ല, അച്ഛനാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെ മനസ്സിലും അതുണ്ടാവും. അങ്ങനെ വന്ന് ചിലപ്പോ എന്റെ ഉള്ളിലും കാണും. പക്ഷേ അതൊക്കെ മറന്നു. എനിക്കിപ്പോ എന്റെ ഈ മോളെ സ്നേഹിക്കാനും കൊഞ്ചിക്കാനാണ് ഇഷ്ടം. എന്നോട് ദേഷ്യം തോന്നില്ല സച്ചേട്ടാ? അർച്ചന, ഞാൻ തന്നെ മാത്രമല്ല സ്നേഹിക്കുന്നത്, തന്റെ ഇഷ്ടങ്ങളെ കൂടിയാ. ഇനി നമ്മുടെ രക്തത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചില്ലെങ്കിലും നമ്മുടെ പൊന്നുമോളായിട്ട് ദേ ഇവള് മാത്രം മതി. എടോ, ഇന്നത്തെ കാലത്ത് സ്വന്തം വാക്കിനൊന്നും ഇപ്പൊ അങ്ങനെ വലിയ അർത്ഥമൊന്നുമില്ല. സ്വന്തം രക്തത്തിൽ പറഞ്ഞ മക്കള് തന്നെ എത്രയോ അച്ഛനമ്മമാരെ അനാഥാലയത്തിൽ കൊണ്ടുപോയി തള്ളുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചില്ലായിരുന്നു? അമ്മയും അനിയനും അടക്കം 5-6 പേരെ ഒരു മകൻ തലക്കടിച്ച് കൊന്നത്. ചില പെൺമക്കൾ സ്വന്തം അച്ഛനമ്മമാരെ ഉപേക്ഷിച്ച് ഇന്നലെ കണ്ട ഏതൊരുത്തന്റെ കൈയും പിടിച്ച് ഇറങ്ങിപ്പോകുന്ന കഥകൾ നമ്മൾ കേൾക്കുന്നില്ലേ? അതൊക്കെ വെച്ച് നോക്കുമ്പോ സ്വന്തം രക്തം എന്നൊക്കെ പറയുന്നതില് യാതൊരു അർത്ഥവുമില്ല. നാളെ നമുക്ക് ചിലപ്പോ കുഞ്ഞുങ്ങളുണ്ടാവാം, ഉണ്ടാകാതിരിക്കാം. അതൊന്നും ഒരു പ്രശ്നമല്ലടോ. എത്ര കുഞ്ഞുങ്ങളിനി നമ്മുടെ ജീവിതത്തിൽ വന്നാലും ദേ ഇവളാണ് നമ്മുടെ ആദ്യത്തെ കൺമണി, നമ്മുടെ ജീവൻ. ഈ ത്യാഗത്തിന്റെ കടം ഞാൻ എങ്ങനെ വീട്ടും സച്ചേട്ടാ? ഭൂമിയിൽ നീ ഇപ്പോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഇവളെയാണെന്ന് എനിക്കറിയാം. ഇവൾ കൊടുക്കുന്ന സ്നേഹത്തിന്റെ ഒരു പങ്ക് എനിക്ക് കൂടി തന്നാ മതി. എന്റെ എല്ലാ വിഷമം മാറും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.